നിലാപക്ഷി അധ്യായം 5. എന്നെ പുറത്തേക്ക് സിസ്റ്റർ മാറ്റുമ്പോഴും സാറയുടെ ഇച്ഛായ എന്ന വിളി എന്നെ വല്ലാതെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. ഡോക്ടർ സാറയുടെ അടുത്തേക്ക് പോയിട്ട് പുറത്തേക്ക് കാണുന്നതുമില്ല. ജോഷിച്ചായനും എല്ലാവരും വന്നിട്ടുണ്ട്. ഇപ്പോ അതും ഈ 6ാം മാസത്തിൽ ഓപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ്? ബേബിച്ചായന്റെ മുഖത്ത് ആദി. എന്നാ അമ്മച്ചി, എന്നാ പറ്റിയേ എന്ന് നിന്റെ കെട്ടികളോട് ചോദിക്കുഞ്ഞേ. ആ കൊച്ചിനെ ഇട്ട് കൊല്ലാക്കൊല ചെയ്തല്ലേ? അമ്മച്ചിയുടെ ദയനീയ മറുപടി ബേബിച്ചായൻ സലോമിയെ കഠിനമായെന്ന് നോക്കി. എനിക്ക് സലോമിയോട് ഒന്നും പറയാൻ തോന്നിയില്ല. തല്ലിപ്പോവും അവളെ. ജോഷിച്ചായൻ പറഞ്ഞിട്ട് DYFIയുടെ കുറച്ച് പിള്ളേര് ചോര കൊടുക്കാൻ റെഡിയായി വന്നു നിൽക്കുന്നുണ്ട്. അല്പം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പുറത്തേക്ക് വന്നു. ദൈവാനുഗ്രഹം, ഒരു കാര്യത്തിലും സംഭവിക്കാത്തതാണ്. ബ്ലീഡിങ് നിന്നു, ഓപ്പറേഷൻ വേണ്ടി വരില്ല. അതിനേക്കാൾ ആ കൊച്ചിന്റെ കരച്ചിൽ തമ്പുരാൻ കേട്ടു എന്ന് വേണം പറയാൻ. കുഞ്ഞിന് ഒരു കുഴപ്പമില്ല. 1-2 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് വാർഡിലേക്ക് മാറ്റാം. എല്ലാവർക്കും ആശ്വാസത്തിന്റെ സമയമായിരുന്നു. എല്ലാവരും അവളെ കയറി കണ്ടു. സാറയെ വാർഡിലേക്ക് മാറ്റി. ഞാൻ എവിടെയും പോകാൻ അവൾ സമ്മതിച്ചില്ല. എന്റെ കൈ അവൾ മുറുകെ പിടിച്ചു. ഞാനും അവളോട് ചേർന്നിരുന്നു. ആശുപത്രിയിൽ ഒരു പ്രൈവറ്റ് റൂമിലേക്കാണ് മാറിയത്. അമ്മച്ചിക്കും എനിക്കും അവിടെ നിൽക്കാം എന്നായി. ഞാൻ അവളുടെ വയറിൽ തലോടി. വാവ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഇച്ചായം പേടിച്ചുപോയോ? ആടോ, വല്ലാതെ പേടിച്ചുപോയി വച്ചേ. സാരമില്ല ചായ, എല്ലാം ഒരു പാഴ്ക്കിനാവുകളായി കണ്ട് നമുക്ക് സമാധാനിക്കാം. സലോമി നിന്നെ വല്ലാതെ വേദനിപ്പിച്ചോ? ഇല്ല ചായ, അവള് പാവല്ലേ. ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറയും. ഇച്ചായനോടുള്ള ഇഷ്ടം കൊണ്ടാ. ഇച്ചായന്റെ ലൈഫ് വെറുതെ ആയി പോകുമോ എന്ന സങ്കടം. സാരല്ല സാറാ, നീ ഇല്ലാതെ ഞാനുണ്ടോ? അന്നും കുറേയേറെ നേരം അവളോട് ചേർന്നിരുന്നു. നമ്മുടെ വാവ ഇടയ്ക്ക് ചവിട്ടും കുത്തും ഒക്കെയായി അവന്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ടിരുന്നു. അമ്മച്ചിയുടെ നേർച്ചകൾ ഏറെയുണ്ട്. ഒന്നും പറയണ്ട, അമ്മച്ചി അങ്ങനെയാണ്. എന്തേലും വിഷമം ഉണ്ടായ പിന്നെ നേർച്ചയാണ്. സാറയുടെ മുഖത്ത് നീര് നന്നായി വരുന്നുണ്ട്. ഞങ്ങൾ ചൈനീസ് കലണ്ടറും യൂട്യൂബും ഒക്കെ നോക്കി. സാറയുടെ ശരീരമാറ്റം കണ്ട് ആൺകുട്ടിയാവാനാണ് സാധ്യത. പക്ഷെ കലണ്ടർ പ്രകാരം പെൺകുട്ടിയാണ്. ആണായാലും കുഴപ്പമില്ല, പെണ്ണായാലും കുഴപ്പമില്ല. നല്ല ആരോഗ്യമുള്ള ഒരു കുട്ടിയായാൽ മതി. അമ്മച്ചിയെയും കൊണ്ട് രാവിലെ വീട്ടിൽ പോയി. അവൾക്കുള്ള ഭക്ഷണമൊക്കെ കൊണ്ടുവന്നു. ഞാൻ അവൾക്ക് വാരിക്കൊടുക്കുമ്പോൾ അമ്മച്ചിയുടെ കമന്റ്, നിന്റെ അപ്പച്ചനും ഇങ്ങനെ തന്നെ ആയിരുന്നടാ ദേവി. ഞാൻ നിന്നെ വയറിലിരിക്കുമ്പോഴേ എനിക്ക് ഓർമ്മയില്ല ഞാൻ തനിയെ വാരിത്തുന്നത്. പറമ്പിൽ നിന്നും മതിയാൻ വരും. രാവിലെ പറമ്പിൽ പോകുന്നതിന് മുമ്പ് എല്ലാം ഉണ്ടാക്കി വെക്കും. അന്നും ഈ പറഞ്ഞ പോലെ ഹോസ്പിറ്റലൊന്നും ഇല്ലെന്നേ. അങ്ങനെ ഒരു കാലം. അമ്മച്ചിയുടെ കണ്ണ് നിറയുന്നത് കാണാം. എന്താണ് അമ്മച്ചി, എന്താ ഇങ്ങനെ? ഞാൻ അമ്മച്ചിയുടെ അടുത്തേക്ക് ചെന്ന് ചേർത്ത് പിടിച്ചു. 2 ദിവസം സാറ ഹോസ്പിറ്റലിൽ തന്നെ നിൽക്കേണ്ടി വന്നു. ഞാനും ഇപ്പോൾ റെഡിയായി. ഒരു സമാധാനം. എനിക്കിപ്പോൾ അവളെ വിട്ട് എങ്ങോട്ടും പോകാനേ തോന്നുന്നില്ല. എപ്പോഴും അവള് വേണം എന്ന് തോന്നുന്നു. പക്ഷെ ഇടയ്ക്ക് അവൾക്ക് വാവയെക്കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ എന്ന മൈൻഡ് പോലുമില്ല എന്നൊരു തോന്നൽ. വാവയോട് ചെറിയ അസൂയൊക്കെ ഉണ്ട് എനിക്ക്. അവളുടെ മടിയിൽ തലവെച്ച് ആ വയറിൽ ഒരു ഉമ്മ കൊടുക്കുമ്പോൾ എന്തൊന്നില്ലാത്ത ഒരു സന്തോഷം. അപ്പാന്നും മമ്മീന്നും വിളിക്കാൻ ഒരാൾ വരുന്നു. സാറ ഹോസ്പിറ്റലിൽ നിന്നും വന്ന ദിവസം ഭയങ്കര ആഘോഷം തന്നെയായിരുന്നു. ജോഷിച്ചായനും ബേബിച്ചായനും എല്ലാവരും ഉണ്ടായിരുന്നു. നാളെ ത്രേസി ആന്റി വീട്ടിൽ പോകും. ജോഷിച്ചായൻ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നു. ത്രേസി ആന്റിക്ക് നല്ലോണം അമ്മച്ചിയുടെ കയ്യിൽ നിന്നും കേട്ടിട്ടുണ്ട്. അതിന്റെ ഹാങ് ഓവറാണ്. അതറിഞ്ഞപ്പോൾ മുതൽ സലോമിക്കും ഒരു പിറുപിറുപ്പാണ്. എല്ലാരും കൂടിയ ദിവസമല്ലേ. ബേബിച്ചായൻ അല്പം തൊട്ടുകൂട്ടാൻ അടുക്കളയിലേക്ക് വന്നപ്പോൾ സലോമിയുടെ മുഖം ആകെ കടന്നൽ കുത്തിയ പോലെ. എന്നാടി നിന്റെ മുഖം വല്ലാണ്ടിരിക്കുന്നേ? എന്നാന്നോ, നിങ്ങളെല്ലാം കൂടി ആ തെണ്ടി പെണ്ണിനെ എടുത്ത് തലയിൽ കയറ്റി വെച്ച് ആ ത്രേസി ആന്റിയെ പറഞ്ഞുവിടുകയാണ്. ഇനി എന്നെ എപ്പോഴാ പറഞ്ഞുവിടുന്നേ? എന്റെ പൊന്നു സലോമിയെ, നിന്റെ നാവൊന്നും അടക്ക്. ഇനി എന്റെ നാവ് കൂടി അടക്കണം അല്ലേ? ആ ദുരിതം പിടിച്ചവള് കാരണമേ എന്റെ സമാധാനം തന്നെ പോയി. പിന്നീടൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. ബേബിച്ചായൻ പടക്കം പൊട്ടിക്കുന്ന പോലെ ഒന്ന് കൊടുത്തു സലോമിയുടെ കവിളിൽ തന്നെ. കുറെ നാളായി നീ ഇരുന്നു വാങ്ങാൻ നിൽക്കുന്നു. നിനക്ക് ആ കൊച്ചിനെ പറ്റി എന്തറിയാം?
ആ കൊച്ച് നിങ്ങൾക്കെതിരെ ഒരു വാക്ക് പോലും ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. അറിയോ നിനക്ക്? വീണ്ടും ഒന്നുകൂടി അടിക്കാൻ ഓങ്ങിയപ്പോൾ അമ്മച്ചി തൊട്ടു പിറകിൽ. ആ നന്നായി മോനെ, ഇത് കുറച്ചു മുമ്പേ കൊടുക്കേണ്ടതായിരുന്നു. നാളെ തന്നെ ആ ത്രേസ്യയോട് പോയിക്കൊള്ളാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മച്ചി ചവിട്ടിക്കുലുക്കി ഇറങ്ങിപ്പോയി. ഡി, ഞാൻ പുറത്തുണ്ട്. തിന്നാൻ വല്ലതും ഉണ്ടാക്കി പുറത്തേക്ക് വന്നാണോ? അപ്പോ ഈ കണ്ണീര് കണ്ടേക്കല്. ഇല്ല, ബേബി ആരാണെന്ന് നീ നന്നായി അറിയും. രാത്രിയിൽ എല്ലാവരും ഒന്നിച്ചു. പക്ഷെ ത്രേസ്യ ആന്റിക്ക് ഭയങ്കര വിഷമമാണ്. കനൽ കൂട്ടി എല്ലാവരും കനലിന് ചുറ്റും ഇരുന്ന് വിശേഷങ്ങൾ പങ്കുവെച്ചു. മഞ്ഞു നൂല് പോലെ പെയ്തു തുടങ്ങിയപ്പോൾ ഞാനും സാറയും റൂമിലേക്ക് പോയി. ഒത്തിരി സ്നേഹത്തോടെ ഒത്തിരി നാളുകൾക്ക് ശേഷം അവൾ എന്റെ ചൂട് പറ്റിക്കിടന്നു. നെഞ്ചിൽ മുഖമമർത്തി ചേർന്ന് അങ്ങനെ ഒരു കിടപ്പ്. മുടിയിഴകളിലൂടെ എന്റെ വിരലുകൾ അവളെ തലോടി. ഇച്ചായ, എന്താ പൊന്നെ? എന്റെ നെഞ്ചിലേക്ക് ഒട്ടിക്കിടക്കുകയായിരുന്നു അവൾ. നാളെ പള്ളി വരെ പോകണം കൊച്ചെ, നമുക്ക് കുരിശടിയിൽ മെഴുകുതിരി കത്തിക്കണം. ഒരുപാട് പേടിച്ചു പോയി ഞാൻ. അങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോവാൻ കഴിയുമോ ഇച്ചായ? ഇങ്ങനെ നെഞ്ചിലേക്ക് അവളെ ചേർത്ത് കിടത്തുമ്പോൾ ഒരു സുഖമാണ്. ഇവളില്ലാതെ ആവില്ല ഒരു ദിവസം പോലും. ശരിക്ക് സാറയ്ക്കും അച്ഛനും അമ്മയും ഒന്നും ഇല്ലാത്തത് നന്നായി. ഇല്ലേൽ പ്രസവം കഴിഞ്ഞ് അങ്ങോട്ട് പോവേണ്ടി വന്നേനെ. കുഞ്ഞിനെ പോലെ കണ്ണടച്ചു കിടക്കുകയാണ് അവൾ. പതിയെ അവളുടെ ദേഹത്ത് പുതപ്പ് വലിച്ചിട്ടപ്പോൾ കള്ളി ഒരു കണ്ണു തുറന്ന് എന്നെ നോക്കുകയാണ്. ഉറങ്ങിയിട്ടില്ല. എന്റെ ലാളന കിട്ടാൻ വേണ്ടി കണ്ണടച്ചു കിടക്കുകയാണ്. ഇച്ചായോ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്നാടി? ചോദിക്ക്. ഇച്ചായന് എന്നോടാണോ ഇഷ്ടം അതോ നമ്മുടെ വാവയോട്? കർത്താവെ, കുടുങ്ങിയല്ലോ. എടി, എനിക്കിപ്പം നിന്നോടാണ് ഇഷ്ടം, ഭയങ്കര ഇഷ്ടം. അയ്യടാ, അപ്പൊ വാവ വന്നാൽ എന്നോട് ഇഷ്ടം ഉണ്ടാവില്ല അല്ലേ? ഏയ്, അപ്പൊ രണ്ടാളെയും ഇഷ്ടം. അങ്ങനെ വേണ്ടട്ടോ ഇച്ചായൻ. ഇച്ചായൻ എന്നെ നല്ലോണം സ്നേഹിച്ചോ, ഒരു കുറവും വരുത്തണ്ട. പക്ഷെ ഞാൻ വാവയെ നല്ലോണം സ്നേഹിക്കും. ഇതേ, എന്നെ നോക്കാതെ വാവയെ മാത്രം നോക്കിയാൽ ഞാനുണ്ടല്ലോ കുത്തിക്കൊല്ലും. ഞാൻ നോക്കിക്കോ. നീ ഇങ്ങ് അടുത്തു വാ എന്റെ സാറാ. കൊച്ചെ, നമ്മുടെ കൂട്ടിലെ ലവ് ബേർഡ്സിനെ കണ്ടോ നീ? കണ്ടു. അവര് നമ്മളെ പോലെയല്ലേ, എത്ര സ്നേഹിച്ചാലും കൊതി തീരാതെ. അവരുടെ വീഡിയോ ഞാൻ കണ്ടിരുന്നു. എന്താ ഒരു ഫീലിംഗ്. അതെ സാറാമ്മ. എന്താ ഇച്ചായ? നമ്മുടെ വാവ വരുമ്പോൾ നമുക്ക് നമ്മുടെ നടുവിൽ വാവയെ കിടത്താം. അപ്പുറം നീയും ഇപ്പുറം ഞാനും. അയ്യടാ, അത് പറ്റൂല. എനിക്ക് എന്റെ ഇച്ചായന്റെ അടുത്ത് തന്നെ കിടക്കണം. ഞാൻ ഇച്ചായന്റെ അടുത്ത്, എന്റെ അടുത്ത് വാവ. അപ്പോ ഒരു പ്രശ്നമുണ്ട് സാറാമ്മ. എന്നാ പ്രശ്നം? ഞാനപ്പോ ഭയങ്കര റൊമാൻറ്റിക് ആവും. എന്ന് വെച്ചാൽ ഞാൻ തന്നെ കെട്ടിപ്പിടിച്ച് ചിലപ്പോൾ കഴുത്തിലൊരു ഉമ്മയൊക്കെ തരും, ചിലപ്പോൾ ചെവിയിൽ ഒരു കടി തന്നു വയ്ക്കും. പോയിച്ചായ. അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നു. എന്താ, വേണ്ടേ? വേണ്ടെങ്കിൽ വേണ്ട. ഞാൻ അല്പം പിണക്കം നടിച്ചപ്പോൾ അവൾ എന്നെ ഒന്നുകൂടി മുറുക്കെ പിടിച്ചു. വേണം ഇച്ചായ. ഞാൻ അവളെ അങ്ങനെ ചേർത്ത് കിടത്തി. എപ്പോഴാണ് ഉറങ്ങിയത് എന്ന് ഓർമ്മയില്ല. അമ്മച്ചിയെയും കൊണ്ട് ഒന്ന് ടൗണിൽ വരെ പോയി വന്നു. ഡേറ്റിംഗ് അടുത്ത് വരികയല്ലേ. കുട്ടയും വേറെ കുറച്ച് സാധനങ്ങളും വാങ്ങിച്ചു. എല്ലാത്തിനും ഉള്ള തയ്യാറെടുപ്പ് തന്നെ. ഗ്രേസി ആന്റി പോയതോടെ സലോമിയുടെ വായിലെ നാക്ക് ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും പറഞ്ഞാലും സാറ അത് കാര്യമാക്കാറില്ല. ഇനി ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ. നെഞ്ചിൽ ആദിയാണ്. എന്താവുമോ എന്തോ. സാറായിക്ക് അധികമൊന്നും യാത്ര ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ തന്നെ പള്ളിയിൽ പോയി നന്നായി പ്രാർത്ഥിച്ചു. എത്ര പ്രാർത്ഥിച്ചിട്ടും മതിയാവുന്നില്ല. കർത്താവെ, കൈവിടലേ എന്ന് കരഞ്ഞു കോണു. ഡോക്ടർ പറഞ്ഞതനുസരിച്ച് നല്ല ടെൻഷനുണ്ട്. എന്താവും എന്നറിയില്ല. വീട്ടിൽ തന്നെയാണ് ഇപ്പോൾ. അവൾക്ക് സങ്കടം ഒന്നും തോന്നാതിരിക്കാൻ കൂടെ നിൽക്കും. അടുക്കളയിൽ അവളെ ബർത്തിൽ കയറ്റിയിരുത്തി ഞാൻ പാചകം ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് ക്യാരറ്റ് അരിഞ്ഞതും ബീട്രൂട്ട് അരിഞ്ഞതും വായിൽ വെച്ചു കൊടുക്കും. അപ്പോ അവൾക്ക് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയും വേണം. ഭാഗ്യം അമ്മച്ചി അടുക്കളയിൽ ഒന്നും വരാത്തത്. കുഞ്ഞു കുട്ടികൾ എടുക്കാൻ കൈനീട്ടുന്നത് പോലെയാണ് കൈനീട്ടുക. ഉമ്മ വയ്ക്കാൻ ബർത്തിലിരുന്ന അവളുടെ മുഖം പെട്ടെന്നാണ് മാറിയത്. എന്തോ പോലെ. ഇച്ചായ, എന്തോ ഒരു കുളത്തിപ്പിടിക്കൽ പോലെ. ഞാൻ കത്തിയും സാധനങ്ങളും വലിച്ചെറിഞ്ഞ് അവളുടെ അടുത്തേക്ക് ഓടി. ഈ അധ്യായം ഇവിടെ തുടരുകയാണ്. നമ്മുടെ അടുത്ത ഭാഗത്തിനായി നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്ത് കൂടെ. ഓക്കെ, താങ്ക് യു.